ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. എന്റെ മുന്നിലിരിക്കുന്നത് രണ്ടും ആക്ടേഴ്സ് ആണല്ലോ. സ്ത്രീകള് ഇതുപോലെ റിവ്യൂസ് പറയുന്നില്ല, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. കേരളത്തിൽ ഇവിടെ ഇപ്പൊ മെയിൻ ആൾക്കോ ഉണ്ണി വ്ലോഗ് അല്ലെങ്കിൽ കോക്ക്, ഇവിടെ വണ്ട തിയേറ്റർ ആയാലും പെണ്ണുങ്ങളായാലും റിവ്യൂവിന് വരുന്നുണ്ട്. അതാ നിന്റെ വിഷമം. കല്യാണം കഴിഞ്ഞാണോ? അല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒരു പയ്യനുണ്ട്. ശരിക്കും എന്നോട് ക്രഷ് തോന്നിയില്ല. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. വിഷ്ണുവിന് ഷാരികോട് മാത്രല്ലേ ക്രഷ് തോന്നിയിട്ടുണ്ട്. പകല് അണ്ണനെ കണ്ടു കഴിഞ്ഞാൽ പകല് മുഴുവനും ചിരിച്ചു കളിച്ച് അവനും എല്ലാത്തിന്റെ കൂടെ കാണും. പക്ഷെ ഇരുട്ട് തുടങ്ങിയ എനിക്ക് ഒരാളെ വളരെ ഇഷ്ടമാണ്. മറ്റാരുമല്ല, മഞ്ജു വാര്യറാണ്. ഒരു വെടിക്കുള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? എനിക്ക് ജയിലിൽ പോയി 12 ദിവസം ജയിലിൽ നടന്നപ്പോ ക്രഷ് അങ്ങനത്തെ വികാരങ്ങളെല്ലാം പോയി. ഈ കൊട്ടു കൊടുത്തവൻ ഏതായാലും ബഹു കേമന, ഒന്ന് വിടാതെ എല്ലാ മർമ്മവും കലങ്ങി പോയിട്ടുണ്ടേ. കാരണം 12 ദിവസം ഒന്നും നടക്കില്ലല്ലോ. കാറ്റ് കൊണ്ട് തണുക്കുമ്പോ രണ്ടിറ്റ് പോയാലായി. 12 ദിവസം ജയിലിൽ കിടക്കുന്ന എന്താ ഒന്നും നടക്കില്ല. വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടപ്പ എങ്ങനെയുണ്ടായിരുന്നു ജയിൽ ജീവിതം? പഴയ പോലെ ഗോതം ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ്. ഇങ്ങനെ പോയതാണ്. ഇങ്ങനെ 90 ദിവസം ജയിലിലോ, ഇങ്ങനെ 90 ദിവസം ജയിലിലോ, ഇങ്ങനെ 90 ദിവസം ജയിലിലോ. ഒരുപാടായി എന്റെ നേരെ പല രീതിയിൽ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഞാൻ 12 ദിവസത്തേക്ക് ഞാൻ കിടന്നത് തന്നെ പോലെ പെണ്ണുങ്ങളെ തെറി പറഞ്ഞിട്ടല്ലോ, ആളുകളെ പോലെ ഇടിയുണ്ടാക്കിയിട്ടാ. ശരിക്കും ജയിൽ ജീവിതമാണ് സുഖവാസം അല്ലേ? ഫ്രീഡം ഇല്ല. അതാ പുറത്തേക്ക് കൂടി ഇറക്കാ തന്നെ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അപ്പൊ ഇനി യാത്രയില്ല എല്ലാവരോടും. ഇനി നിന്ന വേലായുധം കരയുന്നത് എല്ലാവരും കാണും. അത് മോശം.